വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അദ്ദേഹം ഇറ്റലിയിൽ ജമലി ഹോസ്പിറ്റലിൽ സീരിയസ് ആയ അസുഖത്തിൽ ആയിരിക്കുന്ന ഒരവസരത്തിലാണ് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ലോകം മുഴുവനും പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന് സൗഖ്യം നൽകി വീണ്ടും ദൈവത്തിനും മനുഷ്യർക്കും നന്മ ചെയ്യാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. വലിയ നോയമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ വലിയ നോയമ്പിലാണ് നാം. വലിയ നോയമ്പ് വലിയ മാനസാന്തരത്തിൻ്റെ സമയമാണ്, കൃപയുടെ സമയമാണ്, അനുരഞ്ജനത്തിൻ്റെ സമയമാണ്, എല്ലാം നേരെയാക്കുന്ന സമയമാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ കൊല്ലവും പരിശുദ്ധ പിതാവ് നോയമ്പിൻ്റെ ഒരു സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്, ക്രൈസ്തവ ലോകത്തിന് പ്രത്യേകമായും. ഈ കൊല്ലത്തെ സന്ദേശം മാർപ്പാപ്പയ്ക്കടുത്ത് തരാൻ സാധിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് നേരത്തെ ഒരു സന്ദേശം അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടൊരു പുതുമയായി അത് കണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മാർപ്പാപ്പ ഈ സന്ദേശത്തിൽ പറയുന്നത് ഈ നോയമ്പ് കാലത്ത് നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ നാം തയ്യാറാകണം എന്നതാണ്. കൂടുതൽ നന്മ പ്രവൃത്തികൾ, പാപത്തെ ഉപേക്ഷിക്കുകയും നന്മ ചെയ്യുകയും അതിൻ്റെ പോസിറ്റീവ് മാനം അതാണല്ലോ ഉണ്ടാകണം. മാർപ്പാപ്പ പറയുകയാണ്, വലിയ നോയമ്പ് നമ്മെ മാനസാന്തരത്തിന് ക്ഷണിക്കുന്നു. അതിൻ്റെ സമയമാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ ഒരു മാറ്റമുണ്ടാകാൻ ഉള്ള അവസരമാണ് നോയമ്പ് കാലം. അതുകൊണ്ട് ആരാധനാക്രമപരമായി പോലും ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോയമ്പ് കാലം. കർത്താവിൻ്റെ മരണോത്ഥാനത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന, തീക്ഷ്ണമായി ഹൃദയപൂർവമായി ഒരുങ്ങുന്ന സമയമാണിത്. നമുക്കറിയാം, ഈ ഒരുക്കത്തിലൂടെ, മനോഭാവ മാറ്റത്തിലൂടെ ജീവിതത്തിൻ്റെ സത്യവും സൗന്ദര്യവും നമ്മൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ പിതാവ് പറയുകയാണ്, അതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത് ശേഖരിച്ചു വയ്ക്കുന്നതിനേക്കാൾ നന്മ വിതയ്ക്കുന്നതിലും പങ്കുവയ്ക്കുന്നതിലും നമുക്ക് ശ്രദ്ധയുണ്ടാകണം എന്ന കാര്യമാണ്. ഈ സന്ദേശം പരിശുദ്ധ പിതാവ് നൽകുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള ആ വാക്കുകളെ അപഗ്രഥിച്ചുകൊണ്ടാണ്, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആ വാചകം ഞാൻ വായിക്കുകയാണ്, പ്രധാനപ്പെട്ടതാണ്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും നമുക്ക് നന്മ ചെയ്യാം. പൗലോസ്ലീഹായുടെ ഈ വലിയ ആ സന്ദേശം ഈശോയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അർത്ഥവത്തായിരുന്നു എന്നും പറയാം. നമുക്കറിയാം, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്ന് സുവിശേഷങ്ങൾ ഈശോയെപ്പറ്റി പറയുന്നുണ്ട്. എല്ലായിടത്തും നന്മ ചെയ്ത് കടന്നുപോയി. ആ നന്മ ചെയ്യുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനുള്ള ഒരു സമയമാണ് ഈ നോയമ്പ് കാലം. ഈ കൊല്ലം കൂടുതൽ നന്മ ചെയ്യാൻ, സൽപ്രവൃത്തികൾ ചെയ്യാൻ, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനും നീതിമാന്മാരോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് ആനന്ദിക്കുവാനും ഇടയാകട്ടെ എന്ന കാര്യവും ഞാൻ ആശംസിക്കുകയാണ്. മാർപ്പാപ്പയുടെ പ്രസംഗം നമുക്ക് കൃത്യമായി പിൻചെല്ലാം. മാർപ്പാപ്പ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്ന, സന്ദേശം നൽകിയിരിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പെസഹാ രഹസ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത് കൊണ്ട്
വലിയ നോയമ്പ് വ്യക്തിപരമായും സമൂഹപരമായും നവീകരണത്തിനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് എന്ന് പാപ്പ ആദ്യമേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ്ലീഹായുടെ വാക്കുകൾ ധ്യാനിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്കുകളാണ്, അല്ലെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പ്രതീകങ്ങളാണ്. അതായത് വിതയുടെയും കൊയ്ത്തിൻ്റെയും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എത്ര സമൃദ്ധമായാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് നമ്മോട് ഇവിടെ വേറൊരു കാര്യം കൂടി പറയുകയാണ്. കെയ്റോസിനെ കുറിച്ച്. ഗ്രീക്ക് വാക്കാണ്. രക്ഷാകര സമയം എന്നാണ് വാക്കിന് പൊതുവിലുള്ള അർത്ഥം. അപ്പം ആ സമയത്തെപ്പറ്റി പറയുകയാണ്. സമയമാണത്. സമയത്തെക്കുറിച്ച് ഭാവിയിൽ നടത്തേണ്ട കൊയ്ത്ത് ലക്ഷ്യമായി നടത്തേണ്ട നന്മയുടെ വിതയ്ക്കുള്ള അനുയോജ്യമായ യോഗ്യമായ സമയത്തെക്കുറിച്ചാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നമ്മെ സംബന്ധിച്ചുള്ള ഈ അനുയോജ്യമായ സമയം എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനുയോജ്യമായ സമയം? മാർപ്പാപ്പ പറയാം, നിശ്ചയമായും വലിയ നോയമ്പ് അനുയോജ്യമായ ഒരു സമയമാണ്. വലിയ നോയമ്പ് ഒരു സമയമാണ്. അതുപോലെ നമ്മുടെ ജീവിതകാലം അത്രയും അനുയോജ്യമായ സമയമാണ്. ജീവിതകാലം മുഴുവനും നന്മ ചെയ്യാനുള്ള, കൊയ്ത്തിന് വിതയ്ക്കാനുള്ള സമയമാണ്. അതിൻ്റെ ഒരു പ്രതീകമാണല്ലോ വലിയ നോയമ്പ്. ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രതീകമാണ് നോയമ്പ്. നീണ്ട കാലമുണ്ട്. 40 ദിവസം 50 ദിവസം നമുക്ക് നോയമ്പിൻ്റെ കാലഘട്ടമാണ്. അത് എങ്ങനെയാണ് അത് ഫലപ്രദമായി നാം ശേഖരിക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മാർപ്പാപ്പ ഇവിടെ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഉപമയുണ്ട്. ഈശോയുടെ ഉപമയാണ്. ഭോഷനായ ധനികൻ്റെ ഉപമ, കൃഷിക്കാരൻ്റെ ഉപമ. സമൃദ്ധമായ വിളവ് അവന് കിട്ടിയപ്പോൾ അവൻ അറപ്പുരകളെല്ലാം പൊളിച്ച് ആ ധാന്യങ്ങൾ മുഴുവനും അതിൽ ശേഖരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ അതിനെ അവൻ്റെ ധാന്യങ്ങൾ കൊണ്ടും വസ്തുക്കൾ കൊണ്ടും നിറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ തൻ്റെ ജീവിതം സുരക്ഷിതമായി എന്ന് കരുതുന്നു. നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഒരു ജീവിതശൈലി തന്നെ അതായി അവൻ എടുക്കുകയാണ്. അവിടെ കർത്താവ് അവനെപ്പറ്റി പറയുന്നത് ഭോഷനായ ധനികൻ എന്നാണ്. അതുകൊണ്ട് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആർത്തിക്കും അകന്തയ്ക്കും കൂടുതൽ സമ്പാദിക്കുന്നതിനും കൂട്ടിവയ്ക്കുന്നതിനും കൂടുതൽ ഉപയോഗിക്കുന്നതിനുമുള്ള കൊതിക്കുമാണ് മുന്തിയ പരിഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് ആ കഥ, കർത്താവ് പറഞ്ഞ കഥ നമുക്ക് പ്രസക്തമാണ്. നമ്മളത് ഗൗരവപൂർവ്വം കണ്ട് നമ്മളിൽ ആവശ്യമായ പരിവർത്തനം വരുത്തണം. നന്മ ചെയ്യുന്നതിനുള്ള ഒരവസരമായി നമ്മുടെ ജീവിതത്തെ കാണണം. അതാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. വലിയ നോയമ്പ് നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ഒരു മാറ്റമുണ്ടാകണം. മനോഭാവത്തിലുള്ള ഒരു മാറ്റത്തിന് നാം തയ്യാറാകണം. അതിലൂടെ ജീവിതത്തിൻ്റെ സത്യവും സൗന്ദര്യവും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. എന്നാൽ എല്ലാം സ്വന്തമാക്കുന്നതിനേക്കാൾ നൽകുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കുന്നതിനേക്കാൾ, ശേഖരിച്ചു വയ്ക്കുന്നതിനേക്കാൾ നന്മ വിതയ്ക്കുന്നതിനാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, പങ്കുവയ്ക്കുന്നതിനാണ്. അതാണ് ദൈവം നോയമ്പ് കാലത്ത് നമ്മളെ ക്ഷണിക്കുന്നത് എന്ന്, അതിനാണ് ക്ഷണിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് ആദ്യമേ നമ്മോട് പറയുന്നു. വിതയ്ക്കുന്നത് ഒന്നാമതായി, പിന്നെ മറ്റൊരാശയത്തിലേക്ക് മാർപ്പാപ്പ വരികയാണ്. ഒന്നാമതായി വിതയ്ക്കുന്നത് ദൈവം തന്നെയാണ് എന്ന കാര്യം നാം മറക്കരുത്. അവിടുന്ന് നമ്മുടെ മാനവ കുടുംബത്തിൽ തൻ്റെ കൃപ വിതയ്ക്കാൻ എപ്പോഴും സന്നദ്ധനാണ്. ഈ ആശയം നാം സോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് എഴുതിയിട്ടുണ്ട്. നമുക്കെല്ലാം നൽകപ്പെടുന്നത് കൃപ, ദൈവത്തിൻ്റെ കൃപ വിതയ്ക്കാൻ അവിടുന്ന് തയ്യാറാണ്.
അത് സ്വീകരിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് പ്രധാനം എന്ന ആശയമാണ്. അവിടുത്തെ സജീവവും ഊർജ്ജസ്വലവുമായ വചനം, ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12 നാം വായിക്കുന്നുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രത്യുത്തരം നൽകുവാൻ ഈ വലിയ നോയമ്പ് കാലത്ത് നാം യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ചലഞ്ച് എന്ന് നമുക്ക് പറയാം. ദൈവവചനം പതിവായി ശ്രവിക്കുന്നതിലൂടെ അവിടുത്തെ പ്രവർത്തനത്തിനും അത് നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നതിനും നമുക്ക് തുറവും ഇണക്കവും കൈവരുന്നതിനും ഇടയാക്കുന്നുണ്ട് എന്ന കാര്യം മറക്കരുത്. ബൈബിൾ സുവിശേഷം കുറേ കൂടെ ഗൗരവപൂർവം കാണാൻ നോയമ്പ് കാലത്ത് നമുക്ക് സാധിക്കണം. യാക്കോബ് ശ്ലീഹായുടെ 1-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈ ആശയമാണ് അറിയുന്നത്. വചനം ഫലം ചൂടണം, ഫലം പുറപ്പെടുവിക്കണം. വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഒരു ചെവിയിലൂടെ കടന്ന് മറ്റു ചെവിയിലൂടെ കടന്നു പോയാൽ പോരാ, ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണം. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ദൈവവചനം നമുക്ക് ഏറെ ആനന്ദം പകരുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്നത് ബുദ്ധിമുട്ടാണെങ്കിലും ക്ലേശകരമാണെങ്കിലും നമുക്ക് തരുന്ന ആനന്ദം, സന്തോഷം വലുതാണ്. അതിനും അപ്പുറം നമ്മെ ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാക്കും. ദൈവവചനം അനുസരിച്ച് നാം ജീവിക്കുന്നത് വഴി ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാകുകയാണ്. പൗലോസ് ശ്ലീഹായാണത് പറഞ്ഞിട്ടുള്ളത്. 1 കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 3:9 നമ്മളത് വായിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തെ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ നോയമ്പ് കാലം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 വചനമാണത്. നമുക്കും നന്മയുടെ വിത്തുകൾ വിതയ്ക്കാൻ സാധിക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. നന്മയുടെ വിത്തുകൾ വിതയ്ക്കുന്നതിനുള്ള ഈ വിളി, ഇതാണ് വിളി, നോയമ്പ് കാലത്തെ വിളിയാണത്. ഒരു ഭാരമായി കാണരുതേ എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല, ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റരുത്. പിന്നെയോ സ്രഷ്ടാവ് അവിടുത്തെ സമൃദ്ധമായ നന്മയുമായി സജീവമായി ഐക്യപ്പെടുത്തുന്ന ഒരു കൃപയാണ് അത് എന്ന് കണ്ട് നാം ജീവിക്കണം, പ്രവർത്തിക്കണം. മറ്റൊരു ചോദ്യം മാർപ്പാപ്പ ഇവിടെ ചോദിക്കുന്നത്, എന്താണ് വിളവെടുപ്പ് എന്ന് പറയുന്നത്? നാം എല്ലാം വിത്ത് വിതയ്ക്കുന്നത് വിളവെടുപ്പിനാണല്ലോ. തീർച്ചയായും അതിനാണ് നമ്മൾ വിതയ്ക്കുന്നത്, നല്ല വിളവ് കിട്ടാൻ. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നതും അധ്വാനിക്കുന്നതും. പൗലോസ് ശ്ലീഹ ഇവിടെ ഒരു ചിന്ത നമുക്ക് വേണ്ടി നൽകുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9:6 അത് പറയുന്നത്. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അപ്പം അതിൻ്റെ അർത്ഥം വിതയും കൊയ്ത്തും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാവുന്നത്, എന്ത് തരം വിളവെടുപ്പിനെ കുറിച്ചാണ് നാം പറയുന്നത്? വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നാം വിതയ്ക്കുന്ന നന്മയുടെ ആദ്യ ഫലങ്ങൾ നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ, നമ്മുടെ ചെറിയ കാരുണ്യ പ്രവൃത്തികളിൽ പ്രകടമാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വിളവെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നന്മയുടെ ആദ്യ ഫലങ്ങളാണ്. പിന്നീട് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയും മാർപ്പാപ്പ പറയുകയാണ്, അത് എത്ര ചെറുതാകട്ടെ, വലിയ ഔദാര്യ പ്രവൃത്തി ഒന്നുമല്ലാതിരിക്കട്ടെ, ദൈവത്തിൽ നഷ്ടമാവില്ല. സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന തൻ്റെ പ്രസിദ്ധമായ പൊന്റിഫിക്കേറ്റിൻ്റെ ആരംഭത്തിൽ എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിൽ ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വിസ്മരിക്കപ്പെടുന്നില്ല, നഷ്ടമാകുന്നില്ല. അതവിടെയുണ്ട്, അത് നമുക്ക് പ്രതിസമ്മാനത്തിനായി നൽകപ്പെടുന്നതാണ്. ഒരു മരത്തെ നാം അതിൻ്റെ ഫലങ്ങളിൽ നിന്നും തിരിച്ചറിയുന്നത് പോലെ, മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈശോ, 7-ാം അധ്യായം 16-20 വചനങ്ങളിൽ. സൽപ്രവൃത്തികൾ നിറഞ്ഞ ജീവിതം പ്രകാശം എല്ലായിടത്തും പ്രസരിപ്പിക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം 5:14-16 അതാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സുഗന്ധം ലോകത്താകെ പ്രസരിപ്പിക്കുന്നത് അതുവഴിയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വചനത്തിൽ അതാണ് നമ്മോട് പറയുന്നത്. പാപത്തിൽ നിന്നും സ്വതന്ത്രനായി ദൈവത്തെ സേവിക്കുന്നതിൻ്റെ ഫലങ്ങളാണ് വിശുദ്ധീകരണവും എല്ലാവരുടെയും രക്ഷയും. നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരാകണം. നോയമ്പുകാലം അതിനുള്ള ഒരു വലിയ അവസരമാണ്. അതുവഴി ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ്: നമ്മുടെ വിശുദ്ധീകരണവും ലോകത്തിൻ്റെ വിശുദ്ധീകരണവും മറ്റുള്ളവരുടെ വിശുദ്ധീകരണവും. ഇത് ലക്ഷ്യം വെച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും രക്ഷയും കരഗതമാകുന്നത് അതുവഴിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് പാത്രീഭൂതമാക്കാം. വാസ്തവത്തിൽ നാം വിതയ്ക്കുന്നവയുടെ ഫലങ്ങളിൽ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നാം അനുഭവിക്കുന്നത്, നാം കാണുന്നത്. നമ്മുടെ കാലത്ത് നമുക്ക് ദീർഘകാലം ഫലം എടുക്കുന്ന വൃക്ഷങ്ങളുണ്ട്. വൃക്ഷത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്നു, മാവ്, വലിയ മാവ്. ഇപ്പോഴത്തെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്ന കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. അതെല്ലാം നമുക്കറിയാം. നമ്മുടെ കാലത്ത് അതിൻ്റെ ഫലം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അത് പിൻതലമുറക്കാർക്കാണ് ലഭിക്കുന്നത്. ഭാവിയെക്കുറിച്ചും പിൻതലമുറക്കാരെക്കുറിച്ചും നമുക്ക് ചിന്ത വേണം. എനിക്ക് മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് കരുതി ഞാൻ കൃഷി ചെയ്താൽ നമുക്കറിയാമല്ലോ മറ്റുള്ളവരെ അപകടത്തിലാകും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സുവിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്: വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 37 കർത്താവ് ശ്ലീഹന്മാരോട് പറഞ്ഞ വചനമാണ് നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ, നമുക്ക് മുമ്പേ കടന്നുപോയ ആളുകളുടെ നന്മ അനുഭവിച്ചാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നത് നാം ഒരിക്കലും മറക്കരുത്, നന്ദിയോടെ ഓർക്കണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് മാത്രമായി നാം വിതയ്ക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. എല്ലാം നോക്കിക്കേ, ദൈവത്തോട് ചേർന്നാണ് ഇതെല്ലാം വരുന്നത്. നാം വിതയ്ക്കുന്ന നന്മ വിത്തുകളുടെ ഗൂഢശക്തിയിൽ നമ്മുടെ പ്രത്യാശകളെ നിറച്ചു വയ്ക്കുന്നത് ശരിക്കും മഹത്തരമായ ഒരു കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം കൊയ്യാനുള്ള പ്രക്രിയ തുടങ്ങി വയ്ക്കുക നമ്മുടെ ചുമതലയാണ്. നമ്മളത് തുടങ്ങി വച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊയ്യാൻ സാധിക്കില്ല, ഫലമെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാം ഇന്നിവിടെ അധ്വാനിക്കണം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാകില്ല, പിൻതലമുറയ്ക്ക് അത് അനുഭവിക്കാൻ കഴിയും. ഈ ആശയം മാർപ്പാപ്പ നാം സോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവനും, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നാം പ്രവർത്തിക്കണമെന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നത്, നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് നമുക്ക് വലിയ വഴികാട്ടിയാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി വിതയ്ക്കുന്നത് നമ്മുടെ സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാക്കും. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥരാകും, നമ്മുടെ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ചിന്തയുണ്ടാകില്ല. മറ്റുള്ളവർക്കായി നന്മ വിതയ്ക്കുക, അതാണല്ലോ ഈ നോയമ്പ് കാലത്ത് ചെയ്യാൻ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളെ ദയ കൊണ്ട് നിറയ്ക്കണം. നമ്മെ ദൈവത്തിൻ്റെ ദയാഭരിതമായ പദ്ധതിയുടെ മഹത്തായ ചക്രവാളത്തിലെ ഭാഗമാക്കുക. അങ്ങനെ അപ്പോൾ അത് ചെയ്യുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് പങ്കുകാരാകുന്നത് എന്ന കാര്യം അല്പം കൂടി മാർപ്പാപ്പ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. പിന്നീട് മാർപ്പാപ്പ തുടരുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ദർശനത്തെ വിശാലമാക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ദർശനത്തെ വിശാലമാക്കി, ഇടുങ്ങിയ അവസ്ഥയിൽ നിർത്തുകയല്ല, വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉയർത്താനും വിശാലമാക്കാനുമുള്ള ഒരു സമയമാണ് നോയമ്പ് കാലം. നമ്മുടെ ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടാണ് സാധിക്കുന്നത്. കൂടുതൽ വായിക്കാൻ, കൂടുതൽ ഗൗരവപൂർവ്വം വചനത്തെ കാണാൻ നോയമ്പ് കാലം നമുക്ക് ഇടയാകണം.
യഥാർത്ഥ വിളവെടുപ്പ് യുഗാന്തത്തിലാണ് നടക്കുന്നത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്തമില്ലാത്ത അവസാന ദിനത്തിലെ വിളവെടുപ്പ് നമ്മുടെ ജീവിതങ്ങളുടെയും പ്രവൃത്തികളുടെയും പക്വമായ ഫലം നിത്യജീവൻ്റെ ഫലമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിത്യജീവൻ്റെ ഫലമാണ്. യോഹന്നാൻ 4:36 അതാണ് നമ്മോട് പറയുന്നത്. നമ്മുടെ സ്വർഗത്തിലെ നിധിയാണ് അത്. അപ്പോൾ നമ്മുടെ ദർശനം ഇവിടം കൊണ്ട് ചുരുങ്ങിപ്പോകാതെ സ്വർഗീയ മാനത്തെ എത്തിപ്പെടണം. സർവാതിശായിയായ ആ മാനത്തിലേക്ക് നമ്മൾ ഉയരണം. അത് നമ്മുടെ യഥാർത്ഥ സത്യമാണ്, ദർശനമാണ്. അന്ത്യമില്ലാത്ത അവസാന ദിനത്തിലെ വിളവെടുപ്പ് നമ്മുടെ ജീവിതങ്ങളുടെയും പ്രവൃത്തികളുടെയും പക്വമായ ഫലം നിത്യജീവൻ്റെ ഫലമാണ്. യോഹന്നാൻ 4:36 നമ്മുടെ സ്വർഗത്തിലെ നിധിയാണത്. ലൂക്ക 18:22 ഈശോ തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യത്തിൻ്റെ പ്രതീകമായി ഫലമണിയുന്നതിനായി നിലത്ത് വീണഴിയുന്ന വിത്തിൻ്റെ ഉപമ ഉപയോഗിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 12:24 തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും അതിനെ പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നത് നിലത്ത് വീണഴിയുന്ന വിത്തിൻ്റെ സാദൃശ്യം പറഞ്ഞുകൊണ്ടാണ്. അത് കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നു, ആ പ്രതീകത്തെ നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ച് പരാമർശിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ച് പറയുമ്പോഴും പൗലോസ് ലീഹായും നമ്മോട് പറയുന്നത് ഈ വിതയുടെയും കൊയ്ത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ്. നമുക്കത് അറിയാം. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു പൗലോസിൻ്റെ വചനമാണ്. അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, ഈ ശരീരമാണ്. പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. നോക്കിക്കേ, നമ്മുടെ ആ നിത്യജീവനെക്കുറിച്ചുള്ള ചിന്ത അവതരിപ്പിക്കുന്നതും വിതയുടെയും കൊയ്ത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിലാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. ഉത്ഥിതനായ ഈശോ ലോകത്തിന് നൽകുന്ന മഹാപ്രകാശമാണ് ഉയിർക്കും എന്ന പ്രത്യാശ. അതുകൊണ്ടാണ് നന്മ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. പൗലോസ്ലീഹ അത് വാസ്തവല്ലേ? എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. അതാണ് നമ്മുടെ പ്രത്യാശയുടെ, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള, കൊയ്ത്തിനെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം തന്നെയാണ്. മനോഹരമായ അധ്യായം. ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ചും പറയുന്നതാണ്. അവൻ്റെ മരണത്തോട് സദൃശ്യമായ ഒരു മരണത്തിലൂടെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 5, സ്നേഹത്തിൽ അവനോട് ആഴത്തിൽ ഐക്യപ്പെടുന്നവർ നിത്യജീവനിലേക്കുള്ള അവിടുത്തെ ഉത്ഥാനത്തിലും ഐക്യപ്പെടും എന്നതാണ് നമുക്കുള്ള ഉറപ്പ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 29 അപ്പോൾ നീതിമാന്മാർ അവരുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. മത്തായിയുടെ സുവിശേഷം 13:43 പ്രിയപ്പെട്ടവരെ, നന്മ വിതയ്ക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുക, അത് നമുക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകും എന്ന ചിന്തയാണ് പരിശുദ്ധ പിതാവ് നൽകുന്നത്. ഈ നോയമ്പ് കാലത്ത് കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്യാൻ അവിടുന്ന് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ആ സന്ദേശം തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ, നോയമ്പ് കാലത്ത് തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്, ഞാനത് വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് തുടർന്ന് അടുത്ത എപ്പിസോഡിൽ നൽകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നല്ല നോയമ്പ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു.